ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് കണ്ടില്ലേ, നമ്മുടെ ആട്ടിയ മാവാണ്. ഇന്ന് ദോശയും തക്കാളിക്കറിയാണ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സവാള എടുക്കാം. ഇത്രയും സവാള ഇവിടെ അംഗസംഖ്യ കൂടിയതുകൊണ്ടാണ്. അപ്പോൾ നമുക്കിതിനെ കുനുകുനായിട്ട് അരിയണം. ഇതുപോലെ കഷ്ണം കഷ്ണമായിട്ട് അരിഞ്ഞ് അതിലേക്ക് പച്ചമുളക്, തൊണ്ടമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളകും കൂടെ ഇട്ടിട്ടുള്ള പേസ്റ്റാണ് കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാക്കാം. കുറച്ച് എണ്ണ ഒഴിക്കുക. എണ്ണ ഒഴിച്ച് എണ്ണ ചൂടാകുമ്പോഴേക്കും നമുക്ക് കുറച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇത്രയിട്ട് അത് പൊട്ടിക്കഴിയുമ്പം നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. തിരിച്ചും മറിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നന്നായിട്ട് വശക്കി എടുക്കണം. ഈ വശക്കി എടുക്കുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് പെട്ടെന്ന് വശന്ന് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കുറച്ച് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇളക്കി കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കുക. അടച്ച് വയ്ക്കുമ്പോൾ കുറച്ചും കൂടെ പെട്ടെന്ന് ഇതായിട്ട് കിട്ടും. അങ്ങനെ നമ്മളിത് തുറക്കുമ്പോഴേക്കും കുറേ കൂടെ വശന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും തൊണ്ടമുളകും കൂടെ ഇട്ട് കൊടുക്കാം. അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി എടുക്കുമ്പോഴേക്കും നമ്മളത്തെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റ് അതും കൂടെ ഇട്ട് കൊടുക്കാം. അങ്ങനെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ ആ ഒരു പച്ച മണം ഉണ്ടല്ലോ, അത് മാറുന്നവരേക്കും നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാൻ ഇവിടെ ഒരു 3 തക്കാളിയാണ് എടുത്തേക്കുന്നത്. 3 തക്കാളി പകുതിയായിട്ട് മുറിച്ച് കുറച്ച് പാൻ വെച്ചിട്ട് അതൊന്ന് ചൂടാക്കാൻ വയ്ക്കുന്നുണ്ട് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും നമ്മളിങ്ങനെ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഉണ്ടല്ലോ, അത് പതുക്കെ, അത് നമ്മൾ സ്പീഡിലിട്ട എണ്ണ കൈ തെറിക്കും കേട്ടോ. എനിക്ക് അബദ്ധം പറ്റി. അങ്ങനെ നമ്മളിതിങ്ങനെ വെച്ചിട്ട് അടച്ച് വയ്ക്കുക. അടച്ച് വെച്ച് നന്നായിട്ട് അതിനെ ഒന്ന് റെഡിയാക്കി എടുക്കണം. അപ്പോഴേക്കും നമ്മളുടെ ഇപ്പുറത്തെ സൈഡിലുള്ള നമ്മുടെ വശക്കിക്കൊണ്ടിരുന്നത് റെഡിയായി കാണും. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. കണ്ടോ, നമ്മുടെ തക്കാളി ഇനി തിരിച്ചിട്ട് കൊടുക്കണം. തിരിച്ച് മറിച്ചു വിട്ട് നല്ല ഇതാക്കി കൊടുക്കണം. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു തക്കാളിക്കറി വയ്ക്കുന്നത്. പക്ഷേ സൂപ്പർ ടേസ്റ്റായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. നമ്മൾ തക്കാളി അരിഞ്ഞിട്ട് കറി വെച്ച് എടുക്കുന്നതാണ് എപ്പോഴും ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു രീതി ഞാൻ ഒരിടത്ത് കണ്ട് ചെയ്യുന്നതാണ്. അങ്ങനെ നമ്മുടെ തക്കാളി നല്ല വശന്ന് നല്ല റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഉള്ളിയും വശന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി ഇട്ട് നമ്മൾ ഉള്ളി നീക്കി വെച്ചിട്ട് ആ കുറച്ച് കിടക്കുന്ന എണ്ണയിലിട്ടാണ് കേട്ടോ ആദ്യം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നത്. എന്നിട്ട് ഫുള്ളാക്കിയാൽ മതി. ഞാൻ ഇങ്ങനെയാണ് കേട്ടോ, ഡയറക്റ്റ് മൊത്തത്തിലിട്ടങ്ങ് ഇതാക്കില്ല. ആദ്യം കുറച്ച് നേരം ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഇതാക്കും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ തക്കാളിയുടെ തൊലി ഇളക്കി കളയാം. അത് എനിക്കൊരു അബദ്ധം പറ്റിയെന്ന് വെച്ചാൽ കുറച്ചും കൂടെ താഴ്ത്തി മേൽഭാഗം കട്ട് ചെയ്യണമായിരുന്നു. അതാണ് ഈ തൊലി ഇങ്ങനെ കിടന്ന് കളിക്കുന്നത് കേട്ടോ. എന്നാലും ഇളവി വന്നു. കണ്ട ഇളവി വന്നു. അപ്പോൾ എല്ലാ തൊലിയും ഇങ്ങനെ ഇളക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ വശക്കി വെച്ചേക്കുന്ന ഉള്ളി നന്നായിട്ട് ഇതാക്കി വരുമ്പോൾ ഈ തക്കാളി എടുത്ത് നമുക്ക് ഇപ്പുറത്തോട്ട് ഇട്ട് കൊടുക്കാം. അപ്പുറത്തിടുക ഇപ്പുറത്തിടുക. അങ്ങനെ നമ്മൾ തക്കാളിയും കൂടെ ഇട്ട് നന്നായിട്ട് കുത്തി ഇളക്കി നല്ല സൂപ്പർ ആക്കി പരുവപ്പെടുത്തി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല സെറ്റായിട്ട് കിട്ടി. അതിലേക്ക് നമ്മളുടെ ഗരം മസാല പൊടിച്ചത്, വീട്ടിൽ പൊടിച്ചതാണ് കേട്ടോ. അങ്ങനെ ഗരം മസാല പൊടിയും കൂടെ ചേർത്ത് വീണ്ടും നന്നായിട്ട് മിക്സാക്കാം. ആ സമയം കൊണ്ട് ഞാൻ ദോശമാവിൽ ഉപ്പൊക്കെ ഇട്ട് നല്ല സെറ്റാക്കി വെച്ചേട്ടാ. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം
ദോശയ്ക്ക് കറിയാണല്ലോ, തക്കാളി കറിയാണ്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. ചൂടുവെള്ളം ഒഴിക്കാം, പച്ചവെള്ളം ഒഴിക്കാം. ഞാൻ ഇവിടെ പച്ചവെള്ളമാണ് യൂസ് ചെയ്തേക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞ് വെച്ചേക്കുന്ന മല്ലിയിലയും കൂടെ ഇട്ട് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടൊമാറ്റോ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയുക. ഇത് നമ്മൾ തട്ടുകടയിലത്തേക്ക് വാങ്ങി വെച്ചിട്ടുള്ള ദോശക്കല്ലായിരുന്നു കേട്ടോ. അതിപ്പോൾ തട്ടുകട നിർത്തിയപ്പോൾ നമ്മൾ വീട്ടിൽ എടുത്തു. പക്ഷെ നല്ല ദോശക്കല്ലാണ്. അപ്പോൾ ദോശയും റെഡിയായി, നമ്മുടെ ചൂട് തക്കാളിക്കറിയും റെഡിയായി. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. നല്ല സൂപ്പർ ദോശയും സൂപ്പർ തക്കാളിക്കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്നൊക്കെ ഉള്ളതൊന്ന് പറയുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്ബാക്കണേ. കണ്ടോ, ഞാൻ ദോശ തിന്നാൻ പോവുകയാണ് ഗൈസ്. ചൂട് ദോശയും ചൂട് കറിയും. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഓക്കെ സി യു. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, ഓക്കെ സി യു.